ഹരി ഓം. ദശകം 67, ശ്ലോകം 6. നിരീക്ഷിതോയം സഖി പങ്കജാക്ഷഃ പുരോ മമേത്യാകുലമാലബന്ധീ ത്വാം ഭാവനാ ചക്ഷുഷി ഭീക്ഷ്യ കാചിത് താപം സഖീനാം ദ്വിഗുണീചകാര. നിരീക്ഷിതഃ അയം, നിരീക്ഷിതോയം, നിരീക്ഷിതോയം സഖി പങ്കജാക്ഷഃ പുരഃ പുരോ മമ ഇതി ആകുലം ആലപന്തി, മമ ഇതി ആകുലം ആലപന്തി, മമേത്യാകുലമാലപന്തി, പുരോ മമേത്യാകുലമാലപന്തി ത്വാം ഭാവനാ ചക്ഷുഷി വീക്ഷ്യ കാചിത്, ത്വാം ഭാവനാ ചക്ഷുഷി വീക്ഷ്യ കാചിത് താപം സഖീനാം ദ്വിഗുണീചകാര, താപം സഖീനാം ദ്വിഗുണീചകാര. നിരീക്ഷിതോയം സഖി പങ്കജാക്ഷഃ പുരോ മമേത്യാകുലമാലബന്ധീ ത്വാം ഭാവനാ ചക്ഷുഷി വീക്ഷ്യ കാചിത് താപം സഖീനാം ദ്വിഗുണീചകാര. ശ്ലോകം 6 അന്വയവും അർത്ഥവും. കാചിത് ത്വാം ഭാവനാ ചക്ഷുഷി വീക്ഷ്യ സഖി അയം പങ്കജാക്ഷഃ മമ പുരഃ നിരീക്ഷിതഃ ഇതി ആകുലമാലബന്ധീ സഖീനാം താപം ദ്വിഗുണീചകാര. കാചിത് ഒരു ഗോപസ്ത്രീ, കാചിത് ഏതോ ഒരു എന്ന് പറഞ്ഞാൽ കൂട്ടത്തിലുള്ളതിൽ ഒരു ഗോപസ്ത്രീ, ത്വാം നിന്തിരുവടിയെ ഭാവനാ ചക്ഷുഷി വീക്ഷ്യ ആ ഒരു സങ്കല്പദൃഷ്ടിയിൽ വീക്ഷ്യ കണ്ടിട്ട്, കാചിത് ത്വാം ഭാവനാ ചക്ഷുഷി വീക്ഷ്യ ഒരു ഗോപസ്ത്രീ നിന്തിരുവടിയെ സങ്കല്പദൃഷ്ടിയിൽ കണ്ടിട്ട് സഖി സഖി തോഴി വിളിക്കണം, അയം പങ്കജാക്ഷഃ മമ പുരഃ നിരീക്ഷിതഃ, തോഴി ഇതാ കൃഷ്ണനെ ഞാൻ എൻ്റെ മുമ്പിൽ കണ്ടു. സഖി അയം പങ്കജാക്ഷഃ മമ, മമ എന്ന് പറഞ്ഞാൽ എൻ്റെ, മമ പുരഃ നിരീക്ഷിതഃ എൻ്റെ മുമ്പിൽ ഞാൻ കണ്ടു. ഇതി ആകുലമാലബന്ധി സഖീനാം താപം ദ്വിഗുണീചകാര. ഇതി ആകുലം എന്ന് സംഭ്രമത്തോടുകൂടി ആ കൂട്ടുകാരികളോട് പറഞ്ഞപ്പോൾ, അതാണ് ഇതി ആകുലം ആലബന്ധി സഖീനാം താപം ആ കൂട്ടുകാരികളുടെ താപത്തെ ദുഃഖത്തെ ദ്വിഗുണീചകാര ആ ദുഃഖത്തെ ഇരട്ടിപ്പിച്ചു. എന്ന് വെച്ചാൽ ആ തൻ്റെ മനസ്സിൽ കണ്ടതിനെ ആ മുമ്പിൽ കണ്ടതായിട്ട് തെറ്റിദ്ധരിച്ചിട്ടാണ് ഈ ഗോപസ്ത്രീ പറയുന്നത്. അപ്പോൾ ബാക്കിയുള്ളവർക്ക് തങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ളതാണ് ആ കൂട്ടുകാരിയുടെ ദുഃഖം വർദ്ധിക്കാനുണ്ടായ കാരണം. അപ്പോൾ അല്ലയോ സഖി, ആ ചെന്താമരക്കണ്ണനെ ഞാൻ ഇപ്പോൾ എൻ്റെ കണ്ണ് മുമ്പിൽ കണ്ടതേ ഉള്ളൂ, കണ്ടു എന്നിങ്ങനെ ആ മനക്കണ്ണാൽ ആ കണ്ടത് പറഞ്ഞിട്ട് ഒരുവള് തൻ്റെ കൂട്ടുകാരികളുടെ ദുഃഖത്തെ ഇരട്ടിപ്പിച്ചു എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത്. നിരീക്ഷിതോയം സഖി പങ്കജാക്ഷഃ പുരോ മമേത്യാകുലമാലബന്ധീ ത്വാം ഭാവനാ ചക്ഷുഷി വീക്ഷ്യ കാചിത് താപം സഖീനാം ദ്വിഗുണീചകാര.